ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് നോമ്പ് തുറക്കുമ്പോഴോ വൈകുന്നേരം ചായൻ്റെ കൂടെയൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പം നമുക്കിത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം ഇതിലേക്കുള്ള മാവൊന്ന് ഉണ്ടാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് 1.5 കപ്പ് കടലപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് 1.5 സ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. നമ്മളെ പലഹാരം ഒന്ന് മൊരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. ഇനി എരിവിന് ആവശ്യമായിട്ടുള്ള 1 സ്പൂണ് കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ 1/2 സ്പൂണ് ചേർത്താൽ മതി. കാശ്മീരി മുളക് പൊടി ചേർത്താൽ നമ്മളെ മാവിന് നല്ലൊരു കളറും ഉണ്ടാവും, അധികം എരിവും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ ഇത് ചേർത്തത്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കുറേശ്ശെ വെള്ളം വെച്ച് ഇളക്കി മാവാക്കി എടുക്കണം. ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഈ ഒരു കട്ടിക്കാട്ടോ മാവുള്ളത്. ഇനി ഇതിലേക്ക് 2 അപ്പക്കാരും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇത് നിർബന്ധമൊന്നുമില്ല, പലഹാരം നല്ലോണം പൊങ്ങി വരാൻ വേണ്ടിയിട്ടാണ് ഇത് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്കിത് ഇഷ്ടമല്ലെങ്കിൽ ഒഴിവാക്കാം. അപ്പക്കാരും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുത്താൽ നമ്മളെ മാവ് ഇവിടെ റെഡിയായി. ഇനി പപ്പടം വെച്ചിട്ടാട്ടോ നമ്മൾ ഈ പലഹാരം ഉണ്ടാക്കിയെടുക്കണത്. അതിന് വേണ്ടിയിട്ട് കുറച്ച് പപ്പടം എടുത്തിട്ടുണ്ട്. ഞാൻ ചെറിയ പപ്പടാട്ടോ എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ വലിയ പപ്പടാണെങ്കിൽ അതായാലും മതി. ഇനി പപ്പടം മാവിൽ മുക്കി നല്ല ചൂടായ എണ്ണയിൽ വേണം പൊരിച്ചെടുക്കാൻ. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ എണ്ണ ഒഴിച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇത് ഓരോന്നായി പപ്പടം മാവിൽ മുക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി തിരിച്ചും മറിച്ചിട്ടെടുത്ത് നല്ലൊരു കളറാകുന്ന വരെ പൊരിച്ചെടുക്കണം. നല്ല ഗോൾഡൻ നിറായി വന്നിട്ടുണ്ട്. ഇത് പെട്ടെന്ന് തന്നെ എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. പിന്നെ ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ ഒന്ന് പൊരിച്ചെടുക്കുകയാണ്. അപ്പം വെറൈറ്റിയും ടേസ്റ്റി ആയിട്ടുള്ള പപ്പട ബജി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. നിങ്ങൾക്ക് എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും കൂടി ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും അസ്സലാമു അലൈക്കും.